ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ CTMM ഫാമിലി ഫെലോഷിപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഭാഗ്യവചനധാര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ആരംഭിക്കുമെന്നായിരുന്നുവല്ലോ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത്. അതനുസരിച്ച് ഇന്ന് ആരംഭിക്കത്തക്കവണ്ണം ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1-ാം സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ അമ്മച്ചിമാർ നമ്മളെ കാണാതെ പഠിപ്പിക്കുന്ന അധ്യായമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വാങ്ങിപ്പോയ പ്രിയപ്പെട്ട അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും ഈ അവസരം അനുസ്മരിച്ചുകൊണ്ട് ചുരുക്കമായ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നാഗ്രഹിക്കുന്നു. നീതിമാനെയും ദുഷ്ടനെയും ശരിയായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1-ാം സങ്കീർത്തനം. അവർ തമ്മിലുള്ള വ്യത്യാസം ശരിയായി അടയാളപ്പെടുത്തി വരച്ചു കാണിക്കുന്നു ഈ അധ്യായത്തിൽ. ദുഷ്ടൻ നടക്കുന്നത് എങ്ങനെയാണ്, അവൻ നിൽക്കുന്നത് എവിടെയാണ്, അവൻ ഇരിക്കുന്നത് ആരോടൊപ്പമാണ്, അവന് ലഭിക്കുന്ന അനുഭവം എന്താണ്, പ്രതിഫലം എന്താണ് എന്നെല്ലാം വിവരിച്ചതിന് ശേഷം നീതിമാനെ കുറിച്ച് പറയുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയവും നമ്മുടെ പഠനത്തിന് നമ്മൾ പ്രധാനമായി തിരഞ്ഞെടുക്കുന്നത് നീതിമാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നീതിമാനെ കുറിച്ച് 4 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 1, അവൻ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവനും അതിൽ സന്തോഷിക്കുന്നവനുമാണ് എന്നാണ്. ഇന്ന് വേദപുസ്തക വായനയും ധ്യാനവും തുലവും കുറഞ്ഞിരിക്കുന്ന കാലമാണല്ലോ. എന്നാൽ നീതിമാൻ യഹോവയുടെ വചനം നിരന്തരം ധ്യാനിക്കുന്നു, അതിനെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനം 119:11 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ആകയാൽ നീതിമാൻ എപ്പോഴും ഹൃദയത്തിൽ ദൈവവചനത്തെ നിറയ്ക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാനാണ്. പിശാചിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ഇടം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എഫേസ്യ ലേഖനം 4:27 പൗലോസ് പറയുന്നു, പിശാചിന് ഒരിക്കൽ പോലും ഇടം കൊടുക്കരുത് എന്ന് കാണുന്നു. ആകയാൽ പിശാചിന് ഇടം കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ദൈവവചനം കൊണ്ട് നിറച്ച് ഹൃദയത്തെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവവചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും ഈ നീതിമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന ദൈവവചനം അവരിൽ നിവർത്തിയാവുകയാണ്. ആകയാൽ ദൈവവചന ധ്യാനത്തിലൂടെ ഹൃദയ ശുദ്ധീകരണവും ദൈവദർശനവും നമുക്ക് ലഭിക്കുന്നു. അതിൽ സന്തോഷിക്കുന്നവൻ ആയിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. 2, അവനെക്കുറിച്ച് പറഞ്ഞവൻ ഭാഗ്യവാനാണ് എന്നാണ്. ഭാഗ്യവാൻ എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ ആഷേർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നേരായ പാതയിൽ എപ്പോഴും സന്തോഷത്തോടും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തിയോടും സഞ്ചരിക്കുന്നവൻ എന്നാണ്. അങ്ങനെ നേരായ പാതയിൽ സന്തോഷത്തോടും സംതൃപ്തിയോടും സഞ്ചരിക്കുന്നവനെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗ്യവാൻ എന്ന സംബോധനയ്ക്ക് അർഹൻ ആയിരിക്കുന്നത് വലിയ പ്രമാണിയായ പ്രതാപിയായ രാജാവോ പൗര പ്രമുഖനോ ബിസിനസ് സാമ്രാട്ടോ രാഷ്ട്രീയ നേതാവോ വിദ്യാസമ്പന്നനോ ഏതെങ്കിലും സെലിബ്രിറ്റിയോ ഒന്നുമല്ല എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട വിഷയം. ആ ഭാഗ്യത്തിന് അർഹനായിരിക്കുന്നത് ദൈവവചനം രാപകൽ ധ്യാനിക്കുന്നവനാണ് എന്നത് നാം മനസ്സിലാക്കുകയും അതിൽ നാം പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. 3, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒഴുകുന്ന ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വളരുന്ന വ്യക്തിയാണ്. ഇതുതന്നെയാണ് മുന്തിരിച്ചെടിയോട് ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന ശാഖകൾ എന്ന് യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷം 15:5 പറയുന്നത്. മുന്തിരിച്ചെടിയോട് ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോൾ ആ ശാഖകൾ മുന്തിരിച്ചെടിയായി തന്നെ രൂപാന്തരപ്പെട്ട് അതിനോട് ചേർന്ന് വളരുകയാണ്. ഒഴുകുന്ന ജലത്തിൻ്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷം ആ ജലത്തിൽ നിന്ന് സ്വാംശീകരിക്കാവുന്നിടത്തോളം അതിൽ നിന്ന് ശുദ്ധജലവും വളവും എല്ലാം ശേഖരിച്ച് അത് സമൃദ്ധമായി വളരുകയാണ്. അതിൻ്റെ ഇല ഒരിക്കലും വാടുന്നില്ല. തക്ക സമയങ്ങൾ അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് സംതൃപ്തിയും സന്തോഷവും സമൃദ്ധിയും എല്ലാം നിരന്തരമായി നിത്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യവും ലഭിക്കുന്നു. 4, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ നീതിമാനാണ് എന്ന വാക്ക് തന്നെ അവൻ ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാവർക്കും ലഭിക്കുവാൻ അർഹതയുള്ളത് അവരവർക്ക് ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നവനാണ് നീതിമാൻ. നമ്മളൊക്കെ വാസ്തുവിൽ നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയോ സന്തോഷമോ അഭിവൃദ്ധിയോ ഒക്കെ ഉണ്ടാകുകയോ കാണുമ്പോൾ നമുക്കൊരു അസൂയയോ നമുക്കൊരു മനക്ലേശമോ മനസ്സിലൊരു സന്തോഷമില്ലായ്മയൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ നീതിമാൻ അങ്ങനെയുള്ള വിഷയങ്ങൾ സന്തോഷിക്കുന്നവനാണ്. തനിക്ക് അർഹതയുള്ളത് മാത്രം ആഗ്രഹിക്കുന്നവനാണ് നീതിമാൻ. നീതിമാന്റെ വഴി യഹോവ അറിയുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ദൈവം അറിയാത്ത വഴി നീതിമാനില്ല. സ്വകാര്യ വഴിയോ സ്വന്തം തീരുമാനങ്ങളോ അവനില്ല. അവൻ്റെ തീരുമാനങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നവനാണ് നീതിമാൻ. കണ്ടാലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന കന്യാമറിയാമിൻ്റെ നിലപാട് തന്നെയാണ് നീതിമാന്റെ നിലപാട്.
ആകയാൽ ദൈവവചനം രാപകൽ ധ്യാനിച്ച് അതിനെ പഠിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഇടയാകുന്ന നീതിമാന്റെ സൗഭാഗ്യം നേടുവാൻ നമുക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ, നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം ഐസക് അച്ചൻ, ഹരിപ്പാട്.